ഫോക്കസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം 2024 ചോദിച്ചിട്ടുള്ള ആ ഒരു ക്രിസ്മസ് എക്സാമിന്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് എല്ലാ വർഷവും നമ്മളിങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു ക്വസ്റ്റ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത് അല്ലെ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കോണ്ടന്റ് പഠിച്ചു പോയിട്ട് കാര്യമില്ല. അതിന്റെ കൂട്ടത്തിൽ PYQs വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു പോർഷനിൽ നിന്ന്, അല്ലെങ്കിൽ അത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നത് ഈ PYQs കാണുമ്പോഴാണ് അല്ലെ. അത് നിങ്ങൾക്ക് ചിലപ്പം എക്സ്പീരിയൻസ് ഉണ്ടാവും, നിങ്ങൾ 10th അത് ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പൊ ക്രിസ്മസ് എക്സാമിന്റെ മാത്രമാണ് മാം ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അതിനുശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വഴിയായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, so moving to that, first question. എന്താണ് first question? Cleistogamous flowers produce assured seed set even in the absence of pollinators. Why? Okay, അപ്പോൾ ഈ Cleistogamous ഇവിടെ ഒരു U ആണ് കേട്ടോ, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങളൊന്ന് നോക്കുക. പിന്നെ താഴെ ഒരു L മിസ്സിംഗ് ആണല്ലേ. ഓക്കെ, സോ എന്താണ് Cleistogamous flowers എന്ന് പറഞ്ഞാൽ? അതായത് ഫ്ലവേഴ്സ് ദാറ്റ് ആർ ക്ലോസ്ഡ് എവറി ടൈം അല്ലെ. അവർ ഒരിക്കലും ഓപ്പൺ ചെയ്യത്തില്ല, എപ്പോഴും അടഞ്ഞിരിക്കുന്ന, ഇങ്ങനെ മുട്ടുപോലെ കുമ്പിയിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പോളിനേറ്റേഴ്സിന്റെ ഒന്നും പ്രസൻസ് ഇല്ലാതെ തന്നെ ഇവർ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ അത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, produce assured set even in the absence of pollinators. Why എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഫ്ലവേഴ്സിൽ എന്താണ് പ്രത്യേകത? നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവേഴ്സ് നമ്മളിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ആന്തേഴ്സും അതുപോലെ സ്റ്റിഗ്മയും അടുത്തടുത്താണ് കാണപ്പെടുന്നത്. ദേ ലൈ ക്ലോസ് ടു ഈച്ച് അതർ. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആന്തർ എപ്പോഴാണോ ഡെഹിസൻസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ തന്നെ വന്ന് വീഴണം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും അടുത്തടുത്ത് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ when anthers dehiscence in the flower buds, pollen grains come in contact with the stigma to effect pollination. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എപ്പോഴാണോ ഈ ഒരു ആന്തേഴ്സ് മെച്ചുവേർഡ് ആയിട്ട് അത് പുറത്തേക്ക് ഇങ്ങനെ പോളൻ ഗ്രെയിൻസിനെ പുറന്തള്ളുന്നത്, ആ ഒരു സമയത്ത് പോളൻ ഗ്രെയിൻസ് കറക്റ്റ് ആയിട്ട് ഈ ഒരു സ്റ്റിഗ്മയിലേക്ക് തന്നെ വന്ന് വീഴാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ പോളിനേഷൻ പ്രോസസ്സ് നടക്കുന്നു. പിന്നെ എന്താണ്, സീഡ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുറത്തുനിന്ന് ഒരു പോളിനേറ്റേഴ്സിന്റെയും ആ ഒരു ഇടപെടൽ ഇവിടെ നടക്കുന്നില്ല, പക്ഷെ സീഡ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ പോയിന്റ്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്ത് പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് എന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇത് മാറി മാറി ചോദിക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് പൊമാറ്റോ? വിച്ച് ടെക്നിക് വാസ് യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് പൊമാറ്റോ? ഓക്കെ, എന്താണ് പൊമാറ്റോ? ഇറ്റ്സ് എ സൊമാറ്റിക് ഹൈബ്രിഡ്. അതൊരു ഹൈബ്രിഡ് ആണ് അല്ലെ. എന്തിൻ്റെ ഒക്കെ ഹൈബ്രിഡ് ആണ്? പൊട്ടാറ്റോ ആൻഡ് ടൊമാറ്റോ. പൊട്ടാറ്റോന്റെ ടൊമാറ്റോന്റെ ആ ഒരു ഹൈബ്രിഡിനെയാണ് നമ്മൾ പൊമാറ്റോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം, എന്താണ്? ഹൈബ്രിഡ് പ്ലാന്റ് ബൈ ഫ്യൂസിങ് ദ പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് പൊട്ടാറ്റോ ആൻഡ് ടൊമാറ്റോ. ഓക്കെ, അത് രണ്ട് തരത്തിൽ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ, നിങ്ങൾക്ക് അത് ചൂസ് ചെയ്ത് എഴുതാം. ഓക്കെ, ആ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മാത്രം കൊടുത്താൽ മതി. നമ്മളിങ്ങനെ വാരി വലിച്ച് എഴുതുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, നമുക്ക് ചിലപ്പം എന്താ പറയുക, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അത്ര ഉറപ്പുണ്ടാവില്ല. പക്ഷെ നമ്മൾ തോന്നുന്ന പോയിന്റ്സ് എല്ലാം അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നൊക്കെ അങ്ങോട്ട് ഇനിയിപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് വരെ ചിലപ്പോൾ നമ്മൾ എഴുതി വെക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കറക്റ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, അതും കറക്റ്റ് പോയിന്റ്സ് മാത്രം, മേജർ പോയിന്റ്സ് മാത്രം നോട്ട് ഡൗൺ ചെയ്യുക, അത് പഠിക്കുക. എന്നിട്ട് ആൻസേഴ്സിന് ആ ഒരു മേജർ പോയിന്റ്സ് എഴുതുക. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ബോധേഡ് ആയിരിക്കണം കേട്ടോ. And coming to the next question, which technique was used for developing tomato? Okay, somatic hybridization ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ടെക്നിക്ക്. അതുപോലെ തന്നെ അതിന്റെ ബാക്കി സാപ്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്താണ്, നമ്മൾ ടിഷ്യൂ കൾച്ചറും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ആൻസർ. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which type of growth curve is seen in logistic growth? And which are the different phases of this particular curve? Okay, അപ്പോൾ ലോഗിസ്റ്റിക് ഗ്രോത്ത്, അതിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഗ്രാഫ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കർവ് എന്താണ്? ആ കർവിന് നമ്മളൊരു പേര് പറയാറുണ്ട്. ആ കർവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലോഗിസ്റ്റിക് കർവ്
ഗ്രോത്തിലുള്ള കർവിന്റെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓൾമോസ്റ്റ് ഒരു എസ് ഷേപ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു കർവ് ആണ് അവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു കർവിന് നമ്മൾ എന്താണ് പേര് കൊടുക്കുന്നത്? യെസ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സിഗ്മോയിഡ് കർവ്. സിഗ്മോയിഡ് കർവ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അത് ആ ഒരു പോയിന്റ് മാത്രം അവിടെ ആൻസർ എഴുതുക. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ഓക്കെ. ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ഫേസസ് ഓഫ് ദിസ് ഗ്രോത്ത്? What are the different phases of this growth curve? എന്തൊക്കെയാണ് phases? എന്തൊക്കെയാണ് ഇതിന്റെ phases മക്കളെ? Okay, that is lag phase. Then we have phases of acceleration and അതുപോലെ തന്നെ deceleration, and that is in between you have the log phase and asymptote. Okay, അങ്ങനെ 3 phases ഉണ്ട്. Okay, അല്ലെങ്കിൽ finally ഒരു stationary phase ഉണ്ട് അല്ലേ? ഈ 3 phases ആണ് ഇവിടെ ഉള്ളത്. ഒരു ലാഗ് ഫേസ് ഉണ്ട്, ഒരു ലോഗ് ഫേസ് ഉണ്ട്, അതുപോലെ ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനിത് അധികം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആ ഒരു പോയിന്റ് മാത്രമാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. പിന്നീട് മാം അത് ഉറപ്പായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ജീൻ തെറാപ്പി ഇൻ ട്രീറ്റിംഗ് ADA ഡെഫിഷ്യൻസി? ഹൗ ക്യാൻ വി ഓവർകം ദിസ് പ്രോബ്ലം? ഓക്കെ, അപ്പൊ നമ്മുടെ ADA ഡെഫിഷ്യൻസിയിൽ നമ്മൾ ജീൻ തെറാപ്പി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ജീൻ തെറാപ്പിക്ക് അവിടെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. As genetically engineered lymphocyte cells are not immortal, the patient requires periodic infusion of such genetically engineered lymphocytes. Okay, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ പേഷ്യന്റിന് ADA ഡെഫിഷ്യൻ്റ് ആയിട്ട് മീൻസ് ഡെഫിഷ്യൻസി ഉള്ള ആ ഒരു പെർട്ടിക്കുലർ പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡിൽ നിന്ന് നമ്മൾ ലിംഫോസൈറ്റ്സ് പുറത്തെടുക്കുന്നു. ഓക്കെ, അത് പുറത്തെടുത്തതിന് ശേഷം നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് തിരിച്ച് പേഷ്യന്റിന്റെ ബ്ലഡിലേക്ക് തിരിച്ച് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നു അല്ലെ. അങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ജീൻ തെറാപ്പീന്റെ ആ ഒരു പ്രോസസ്സ് വഴി നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം ഈ ലിംഫോസൈറ്റ്സ് ഇമ്മോർട്ടൽ അല്ല. അതുകൊണ്ട് എന്താണ്, ഓരോ തവണയും പുതിയ സെൽസ് അവിടെ ഫോം ചെയ്യുന്നതനുസരിച്ച് അതൊക്കെ ഡിഫക്റ്റീവ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓരോ ഇൻട്രവൽസ് അനുസരിച്ച് നമ്മൾ എന്താണ് ഈ ലിംഫോസൈറ്റ്സ് അവിടെ നിന്ന് എടുക്കുക, പുറത്തെടുക്കുക, എന്നിട്ട് അതിന് കറക്ഷൻ വരുത്തുക, എന്നിട്ട് വീണ്ടും തിരിച്ച് പേഷ്യന്റിന്റെ ബ്ലഡിലേക്ക് തിരിച്ച് മീൻസ് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ റീസൺ എന്താ? കാരണം ലിംഫോസൈറ്റ്സ് ഇമ്മോർട്ടൽ അല്ല. ഓക്കെ, പുതിയ സെൽസ് ഇങ്ങനെ ഫോം ചെയ്യും, അതെല്ലാം ഡിഫക്റ്റീവ് ആയിരിക്കും. അതാണ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വളരെ മീൻസ് കോസ്റ്റ് ഉള്ള ഒരു പ്രോസസ് ആണ്. അപ്പൊ അത് വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് അല്ലെ, ഓരോ തവണ ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്യാന്ന് പറയുന്നത്. ഇനി ഹൗ ക്യാൻ വി ഓവർകം ദിസ് പ്രോബ്ലം? എങ്ങനെയാണ് ഓവർകം ചെയ്യുക? ഇഫ് ദ ജീൻ ഐസൊലേറ്റഡ് ഫ്രം ബോൺ മാരോ സെൽസ് പ്രൊഡ്യൂസിങ് ADA is introduced into cells at early embryonic stage, then this can be a permanent cure. അതായത് നമ്മൾ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്ത് ഈ ലിംഫോസൈറ്റ് ആ ഒരു സ്റ്റെം സെൽസിൽ അല്ലെ ആ ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അത് എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എല്ലാ പുതിയതിലും എന്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് നമുക്കിവിടെ പെർമനന്റ് ക്യൂർ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അഡൽട്ട് ആയതിനു ശേഷമാണെങ്കിൽ വീണ്ടും അല്ലെ ഗ്രോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും ഇങ്ങനെ ഇൻഫ്യൂഷൻ കൊടുക്കേണ്ടി വരും. Yeah, so moving to the next question. The Mediterranean orchid office employs sexual deceit to get pollination done by a species of bee. How? അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഓർക്കിഡ് ഫ്ലവറിൽ എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അവർ ആക്ച്വലി ഒരു മിമിക്കിംഗ് ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ്? അവർ ഫീമെയിൽ ബീ പോലെ ആ ഒരു പാറ്റേണിൽ അതിൻ്റെ പെർട്ടിക്കുലർ പെറ്റൽസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ പെട്ടെന്ന് നിന്ന് നോക്കുമ്പോൾ എന്താണ് ശരിക്കും ഫീമെയിൽ ബീ പോലെ തന്നെ ആയിരിക്കും അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു സ്ട്രക്ചറൊക്കെ. അപ്പോൾ അതിൻ്റെ കളറും അതിൻ്റെ സൈസും അതിൻ്റെ മാർക്കിങ്സും ഒക്കെ അതുപോലെ തന്നെ ഇരിക്കും, ഫീമെയിൽ ബീ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മെയിൽ ബീ വരുമ്പോൾ ഇത് കണ്ടിട്ട് അത് ഫീമെയിൽ ബീ ആണെന്ന് തെറ്റിദ്ധരിക്കും അല്ലേ? ആൻഡ് ഇസ് അട്രാക്റ്റഡ് ടു വാട്ട് ഇറ്റ് പെർസീവ്സ് ആസ് എ ഫീമെയിൽ. അപ്പം മെയിൽ ബീക്ക് തോന്നുന്നത് അത് ഫീമെയിൽ ബീ ആണെന്ന്. അത് മീൻസ്
it pseudocopulates with the flower. അങ്ങനെ ഈ ഫീമെയിൽ ബീന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സിന്റെ സമയത്ത് എന്താണ്, ഈ പോളൻ ആക്ച്വലി ഡസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡസ്റ്റ് ചെയ്യുമ്പോൾ അത് മെയിൽ ബീന്റെ മീൻസ് ബോഡിയിൽ ഉണ്ടാവും. എന്നിട്ട് ആ മെയിൽ ബി അടുത്ത ഫ്ലവർ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ പോയിട്ട് എന്താണ് ഈ ഒരു പോളിനേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് ഈസ് അഗൈൻ എ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് എ സിമ്പിൾ ആൻസർ ടു. നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അത് കത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് എഴുതാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, and moving to the next question. Observe the figure of grass embryo and label the parts marked. ഓക്കെ, അവിടെ ഇപ്പം നമുക്ക് 4 പാർട്സ് ആണ് മാർക്ക് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പിക്ചർ പലതവണ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും, അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, അതൊന്ന് വരച്ച് പഠിക്കുക. അതിന്റെ മേജർ ആയിട്ടുള്ള പാർട്സ് ഒന്ന് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പൊ അതില് ഈ പാർട്ട്, വാട്ട് ഇസ് ദാറ്റ്? യെസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്ക്യൂട്ടലം ആണ്. ആൻഡ് ദ ബി പാർട്ട്, ഈ ഒരു പാർട്ട് എന്താണ്? ഷൂട്ട് അപ്പെക്സ് ആണ്. ആൻഡ് ദ സി പാർട്ട്, ദിസ് ഇസ് ദ റാഡിക്കൽ. ഷൂട്ട് അപ്പെക്സ് അല്ലെ പ്ലൂമ്യൂൾ പറയാം നമുക്ക്. ഓക്കെ, ആൻഡ് സി പാർട്ട് ഇറ്റ് ഇസ് എ റാഡിക്കൽ, ആൻഡ് ഡി പാർട്ട് ഇറ്റ്സ് കവറിംഗ് ദ റാഡിക്കൽ, റൈറ്റ്? സോ ദാറ്റ് ഇസ് കൊളിയോറൈസം. യാ, ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് സിമ്പിൾ അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പഠിക്കാം കേട്ടോ. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Microinjection and bioelastics are two methods of gene transfer. Okay, briefly explain these processes. അപ്പോൾ നമുക്ക് ജീൻ ട്രാൻസ്ഫറിന്റെ രണ്ട് പ്രോസസ്സുകൾ അല്ലെ മെത്തേഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് മൈക്രോ ഇഞ്ചക്ഷൻ, അത് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്? റീകോമ്പിനന്റ് DNA is directly injected into the nucleus of an animal cell. Okay, of an animal cell. അതായത് ആനിമൽ സെൽസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് DNA ഇൻജെക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയും. അതേ സമയത്ത് വാട്ട് ഇസ് ബയോലെസ്റ്റിക്സ്, അല്ലെങ്കിൽ നമ്മൾ ജീൻ ഗൺ മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ യൂഷ്വലി നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സിലാണ്. ഓക്കെ, പ്ലാന്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ ഒരു കേസിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ സെൽസിനെ എന്താണ് ബോംബാർഡ് ചെയ്യണം. ജീൻ ഗൺ മെത്തേഡ് എന്നാണ് പറയുന്നത്. അത് ഹൈ വെലോസിറ്റിയിൽ നമ്മൾ ഇതിനെ ബോംബാർഡ് ചെയ്യാണ് ചെയ്യുന്നത് സെൽസിലേക്ക്. ഓക്കെ, അപ്പൊ അവിടെ ആ സെൽസിൽ ആക്ച്വലി ഇത് കോട്ടഡ് വിത്ത് ഹെവി മെറ്റൽസ് ഉണ്ടാവും, ടങ്സ്റ്റനോ അതുപോലെ തന്നെ ഗോൾഡ്, അതുപോലെ അതിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതുകൂടാതെ DNA ഉണ്ടാവും. അപ്പൊ ആ സെല്ല് ഇത് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ സെല്ലിനെ നമ്മൾ പ്ലാന്റ് സെല്ലിലേക്ക് ബോംബാർഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ആ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മൈക്രോ ഇഞ്ചക്ഷൻ ആണ് മെയിൻലി നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്? ആനിമൽ സെൽസിൽ ഉള്ള സമയത്ത്, ജീൻ ട്രാൻസ്ഫറിന്റെ സമയത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അതേ സമയത്ത് ഈ ഒരു ബയോലിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെ ജീൻ ഗൺ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി കൂടുതലായിട്ടും പ്ലാന്റ് സെല്ലിലാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് ഓർക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇതിനൊന്നും നമ്മൾ വളരെ വലിയ വിശദീകരണങ്ങളൊന്നും കൊടുക്കണ്ട. ഈ പെർഫെക്റ്റ് പോയിന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് ഇറ്റ്സ് ഷുവർ. Yeah, moving to the next question. Explain brood parasitism in birds. Sorry, not plants, it's birds. Okay, in birds with help of an example. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കുക. ബ്രൂഡ് പാരസൈറ്റിസം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് മക്കളെ ഈ ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുന്നത്? അതായത് പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു ബേർഡ് അതിന്റെ ഹോസ്റ്റിന്റെ നെസ്റ്റിൽ പോയിട്ട് മുട്ടയിടുന്നു. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ അവിടെ പോയിട്ട് മുട്ടയിട്ട് വെക്കുന്നു. എന്നിട്ട് ഈ ഹോസ്റ്റ് ആണ് ആക്ച്വലി ആ മുട്ട വിരിയിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ബ്രൂഡ് പാരസൈറ്റിസത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. അപ്പൊ ഈ ഒരു ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എവല്യൂഷൻ, ഈ ഒരു കേസിൽ ദ എഗ്സ് ഓഫ് ദ പാരസൈറ്റിക് ബേർഡ് ഹാവ് ഇവോൾവ് ടു റിസംബിൾ ദ ഹോസ്റ്റ് എഗ് ഇൻ സൈസ് ആൻഡ് കളർ. അപ്പൊ അതൊരു എവല്യൂഷന്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചത്? അതായത് ഈ ഹോസ്റ്റിന്റെ എഗ് ഉണ്ടല്ലോ, ഹോസ്റ്റിന്റെ എഗ്ഗിന്റെ കളറും അതിന്റെ സൈസിനോട് സിമിലർ ആയിരിക്കും നമ്മൾ പറയുന്ന ഈ പാരസൈറ്റ് ആയിട്ടുള്ള ബേർഡിന്റെ എഗ്ഗും അതിന്റെ സൈസും കളറും ഒക്കെ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഹോസ്റ്റ് ബേർഡിന് അത് കാണുമ്പോൾ മനസ്സിലാവും, പിന്നെ അതെന്താണെങ്കിലും എന്താ കൊത്തി മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എവല്യൂഷന്റെ ഭാഗമായിട്ട് ഓരോ മീൻസ് ആ ഒരു പ്രോസസ്സിൽ എന്താണ് ഇതിന്റെ രണ്ടിന്റെയും സൈസും ഷേപ്പും കളറൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയി. ഓക്കെ, അതാണ് സംഭവം. അപ്പൊ ആ ഒരു ഇജക്ടിങ് പ്രോസസ്സ് അവിടെ നടക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ബ്രൂഡ് പാരസൈറ്റിസത്തിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണെന്നും പിന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ ഓർക്കുക കേട്ടോ. അതായത് നമ്മുടെ കുക്കു ബേർഡ്, കുക്കു ആൻഡ് ക്രോ, അത് നമ്മൾ
കുയിലിന്റെയും കാക്കേന്റെയും കാര്യം നമ്മൾ പണ്ട് തൊട്ട് അല്ലെങ്കിൽ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന ഒരു കാര്യം അല്ലേ? അതെന്താണ്? കാക്കേന്റെ കാക്കക്കൂട്ടിൽ കുയില് മുട്ടയിട്ടു എന്ന് നമ്മൾ പറയും അല്ലേ? കുയില് പോയിട്ട് കാക്കേന്റെ കൂട്ടിൽ പോയിട്ട് മുട്ടയിടും, എന്നിട്ട് കുഞ്ഞിനെ വിരിയിക്കും. ആര്? കാക്ക. കുയില് പോവുകയും ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഫൈൻ. ആൻഡ് ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്രിസ്മസ് എക്സാമിനും നമുക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണ്ട. ചിലപ്പോൾ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ അതേ സമയത്ത് ഇതിന്റെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ടഫ് ആയിരുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇവിടെ എൻസൈംസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എൻസൈം ഏതാണ് മക്കളെ? എക്സോ ന്യൂക്ലിയസ്. എക്സോ ന്യൂക്ലിയസിന്റെ ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി എന്താണ്? യെസ്, വാട്ട് ഇസ് ദാറ്റ്? റിമൂവ്സ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം എൻഡ്സ് ഓഫ് DNA. അപ്പൊ DNA എൻഡിൽ നിന്ന് ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യാന്നുള്ള ജോലിയാണ് ആർക്കുള്ളത്? നമ്മുടെ എക്സോ ന്യൂക്ലിയസിനുള്ളത്. ഇനി എന്താണ് നമ്മുടെ എൻഡോ ന്യൂക്ലിയസിന്റെ കാര്യം? എന്താണ്? എൻഡോ ന്യൂക്ലിയസ് മേക്സ് കട്ട്സ് അറ്റ് സ്പെസിഫിക് പൊസിഷൻസ് വിത്തിൻ ദ DNA. അതായത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളാരാണ്? നമ്മുടെ എൻഡോ ന്യൂക്ലിയസ് ആണ്. ഇനി DNA ലിഗേസ് ആരാണ്? ജോയിനിങ്ങിന് വേണ്ടിയിട്ട്, ജോയിനിങ് ടു DNA ഫ്രാഗ്മെന്റ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ DNA ലിഗേസ്. ഇനി ടാഗ് പോളിമറേസിന്റെ ആ ഒരു പ്രോപ്പർട്ടി എന്താണ്? തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എൻസൈം ആണ് ഈ പറഞ്ഞ ടാഗ് പോളിമറേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം, കാരണം ഈ ഒരു പെർട്ടിക്കുലർ എൻസൈംസ് ഓർക്കുമ്പോൾ തന്നെ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇപ്പുറത്ത് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ, ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ആൻഡ് യൂസസ് ഓഫ് 2 ബയോളജിക്കൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്രാൻസ്ജെനിക് ആനിമൽസ്. അപ്പൊ ട്രാൻസ്ജെനിക് ആനിമൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ബയോളജിക്കൽ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തെ ആരാണ്? ആൽഫ-1 ആന്റിട്രിപ്സിൻ. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന എംഫിസിമ എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ അസുഖം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ആൽഫ-1 ആന്റിട്രിപ്സിൻ. ഇനി അടുത്തത് 2 എണ്ണം മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ യൂസ് എന്താണ് ചോദിച്ചിട്ടുള്ളത്? അത് ഏത് ആനിമൽ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ. ഓക്കെ, ഇത് എന്താണ്? ന്യൂട്രീഷണലി മോർ ബാലൻസ്ഡ് പ്രൊഡക്റ്റ് ഫോർ ഹ്യൂമൻ ബേബീസ് ദാൻ നാച്ചുറൽ കൗ മിൽക്ക്. അതായത് കൗ മിൽക്കിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന ന്യൂട്രീഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ്. എന്താണ്? ഹ്യൂമൻ ആൽഫ ആൽബുമിൻ. ഓക്കെ, അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഒരു ക്വസ്റ്റ്യനും കൂടിയാണുള്ളത് നമുക്ക്. സോ ഹൗ agrobacterium tumefaciens and retroviruses are useful as cloning vectors. ഈ 2 ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് ക്ലോണിങ് വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറഞ്ഞ ആ ഒരു ബാക്ടീരിയത്തിന്റെ ആ പ്ലാസ്മിഡ് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ട്യൂമർ ഇൻഡ്യൂസിങ് ആണ്. ട്യൂമർ കോസ് ചെയ്യുന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്ലാസ്മിഡ്, TI പ്ലാസ്മിഡ് അല്ലെ? ഇത് നമ്മൾ മോഡിഫൈ ചെയ്ത് എന്തായിട്ട് മാറ്റുന്നു? ക്ലോണിങ് വെക്ടർ ആയിട്ട് മാറ്റുവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ക്ലോണിങ് വെക്ടർ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ഒരു മാറ്റം വരുത്തിയതിന് ശേഷം എന്താണ്? അത് പാത്തോജനിക് അല്ല. ഇറ്റ്സ് നോ മോർ പാത്തോജനിക് ടു ദ പ്ലാന്റ്സ്. പക്ഷേ പാത്തോജനിക് അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ യൂസ് ചെയ്യാം? ടു ഡെലിവർ ജീൻസ് ഓഫ് അവർ ഇൻട്രസ്റ്റ് ഇൻ ടു പ്ലാന്റ്സ്. അതായത് പ്ലാന്റ്സിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ പോയി ഇൻഫെക്ട് ചെയ്യുന്ന ഒരാളാണ് ഈ പറഞ്ഞ ബാക്ടീരിയ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ക്ലോണിങ് വെക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ, ആ മാറ്റം വരുത്തി കഴിയുമ്പോൾ ഇതിന്റെ പാത്തോജനിക് ആക്ടിവിറ്റി അങ്ങ് പോകും. പക്ഷെ ഇതിനെ നമുക്ക് ജീൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോണിങ് വെക്ടർ ആയിട്ട് യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് വൺ. ആൻഡ് നെക്സ്റ്റ് വൺ, റിട്രോവൈറസസ്. ഇതേപോലെ തന്നെ റിട്രോവൈറസിന്റെ കേസിലും അതിനെ ഡിസാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ജീൻസ് ആനിമൽ സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ക്ലോണിങ് വെക്ടേഴ്സിന്റെ കാര്യമാണ് ലാസ്റ്റ് ചോദിച്ചിരിക്കുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിൽ നിന്നും ഓരോരോ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? നമ്മൾ +2 വരുന്ന ആ ഒരു എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും മേജർ ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷത്തെ
ക്രിസ്മസ് എക്സാമിന് വന്നിരിക്കുന്നത്. എന്നാൽ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടെ ടഫാണ്. നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടും നല്ല മാർക്ക് ബോട്ടണിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ കൃത്യമായി പഠിച്ചു തുടങ്ങിക്കോളുക. ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഓരോ ചാപ്റ്ററിൽ ഏതൊക്കെയാണെന്നൊന്ന് നോക്കുക. അതൊക്കെ മിസ് എന്താണെങ്കിലും നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ പിന്നെ ക്വസ്റ്റ്യൻസ് മാത്രം ആണ് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൽ ഓവർ എക്സ്പ്ലനേഷനിലേക്ക് പോയിട്ടില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററിലെ ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, പഠിക്കുക. അപ്പൊ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കൂടെ പഠിക്കട്ടെ അല്ലേ. ഓക്കെ, സോ ഇത് മനസ്സിലായെന്ന് ഓർക്കുന്നു. അപ്പൊ നമുക്ക് ഇനിയും കാണാം. അൺടിൽ ദെൻ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ.